എറ്റോർ സോഡ്സാസിനെ പ്രചോദിപ്പിച്ച മനോഹരമായ ദക്ഷിണേന്ത്യൻ വീടുകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല വാസ്തുവിദ്യയിൽ വിചിത്രമായ അഭിരുചിയുള്ള 1,44,000 ആളുകളുള്ള ഒരു ചെറിയ പട്ടണമാണ്. ഇവിടുത്തെ വീടുകൾ വളരെ തിളക്കമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് വളരെ വിചിത്രമായ വൈവിധ്യങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും പൊരുത്തക്കേടിലുമാണ് വരച്ചിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗങ്ങൾ അസമമായ ആകൃതികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ വിൻസെന്റ് ലെറോക്സ് തിരുവണ്ണാമല സന്ദർശിച്ചപ്പോൾ 1980 ഇറ്റാലിയൻ വാസ്തുശില്പിയായ എറ്റോർ സോഡ്സാസ് സ്ഥാപിച്ച മെംഫിസ് എന്ന പഴയ ഇറ്റാലിയൻ കലാപ്രസ്ഥാനവുമായി ഈ തിരുവണ്ണാമല പട്ടണത്തിന്റെ വാസ്തുവിദ്യയ്ക്ക് അതിശയകരമായ ഒരു സാമ്യം അദ്ദേഹം കണ്ടെത്തി. വിൻസെന്റ് ഈ സൃഷ്ടികളുടെ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. തിരുവണ്ണാമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ അണ്ണാമലയാർ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ തിരുവണ്ണാമല പണിതിരിക്കുന്നത്. 9ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു നീണ്ട ചരിത്രമാണ് ഈ പട്ടണത്തിനുള്ളത്. എന്നാൽ ഇന്ന് അവിടെ നിലനിൽക്കുന്ന വീടുകൾ വളരെ അടുത്ത കാലത്ത് നിർമ്മിച്ചവയാണ്. ഏറ്റവും പഴയ വീടുകൾ 1940 മുതലുള്ളതാണ്. ഈ വീടുകൾ പ്രധാനമായും അവയിൽ താമസിക്കുന്ന കുടുംബത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. രൂപകൽപ്പന, ആകൃതി, നിറങ്ങൾ എന്നിവയ്ക്ക് അവർ തന്നെയാണ് ഉത്തരവാദികൾ. ഇറ്റാലിയൻ വാസ്തുശില്പിയായ എറ്റോർ സോഡ്സാസ് 1960കളിലും 70കളിലും ദക്ഷിണേന്ത്യയിലേക്ക് നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നു. കൂടാതെ സോഡ്സാസ് ഈ ഘടനകളുടെ രൂപകൽപ്പനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നുവെന്ന് വിൻസെന്റ് ലെറോക്സ് വിശ്വസിക്കുന്നു. സോഡ്സാസിന്റെ ചില രചനകൾ ഈ സിദ്ധാന്തത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായി തോന്നുന്നു. 1988 അദ്ദേഹം സ്ഥാപിച്ച ടെറാസോ എന്ന മാസികയുടെ ആദ്യ ലക്കത്തിൽ എറ്റോർ സോഡ്സാസ് 1970 മുതലുള്ള ഈ വാസ്തുവിദ്യകളുടെ 4 ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചു. തിരുവണ്ണാമലയിലെ കെട്ടിടങ്ങളുടെ പുറംഭാഗം പൂർണ്ണമായും സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിലും അകത്തളങ്ങൾ പരമ്പരാഗതവും പൂർണ്ണമായും പ്രവർത്തനക്ഷമവുമാണെന്ന് ഓർക്കേണ്ടതാണ്. എറ്റോർ സോഡ്സാസ് എന്നത് ഒരു പ്രശസ്തനായ ഇറ്റാലിയൻ വാസ്തുശില്പിയും ഡിസൈനറുമായിരുന്നു. ഫർണിച്ചറുകൾ, ലൈറ്റിംഗ്, ഗ്ലാസ്, ആഭരണങ്ങൾ, ഓഫീസ് സപ്ലൈസ് എന്നിവയുടെ രൂപകൽപ്പനയിലൂടെ അദ്ദേഹം പ്രശസ്തനായി. 1980കളിൽ മെംഫിസ് ഗ്രൂപ്പ് സ്ഥാപിച്ച അദ്ദേഹം കടും നിറങ്ങളും പ്ലാസ്റ്റിക് ലാമിനേറ്റ് പോലുള്ള വർണ്ണാഭമായ മെറ്റീരിയലുകളും ഉപയോഗിച്ച് പോസ്റ്റ് മോഡേണിസത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. കൾട്ടൺ ബുക്കേഴ്സ്, കൾട്ടൺ റൂം ഡിവൈഡർ എന്നിവ അദ്ദേഹത്തിൻ്റെ ഐക്കണിക് സൃഷ്ടികളിൽ ചിലതാണ്. അദ്ദേഹം കടുനിറങ്ങൾ, ജ്യാമിതീയ രൂപങ്ങൾ, പ്ലാസ്റ്റിക് ലാമിനേറ്റ് പോലുള്ള പുതിയ മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ യാത്രകളും വിവിധ സംസ്കാരങ്ങളോടുള്ള സമ്പർക്കവും അദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവുകളെ സമ്പന്നമാക്കി.